ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ നഗരങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം തുടർച്ചയായ 6ാം ദിവസവും തുടരുകയാണ് അമേരിക്ക. ഇറാനെതിരെ തങ്ങളുടെ ഏറ്റവും പുതിയ വ്യോമാക്രമണ പരമ്പര പൂർത്തിയാക്കിയതായാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഇറാനിലെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം US സേന ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഇറാന്റെ വിവിധ നഗരങ്ങളിലെ ബോംബാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും പരിക്കേറ്റതുമായാണ് ഇറാനിയൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആക്രമണത്തിൽ ഇറാന്റെ തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ കമ്മ്യൂണിക്കേഷൻ ടവർ തകർന്നു. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, ഹോർമുസ്ഗാൻ മേഖലയിലെ 2 പാലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ആക്രമണം ഉണ്ടായി എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെക്കുകിഴക്കൻ ഇറാനിലെ ഇറാൻ ടഷറിലെ വിമാനത്താവളം ലക്ഷ്യമിട്ടും ആക്രമണമുണ്ടായിട്ടുണ്ട്. അഹ്വാസ്, ബുഷ്ഹാർ മേഖലകളിലും സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കനത്ത ആക്രമണമാണ് അമേരിക്ക ഇറാനിൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇറാൻ കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്നതല്ലേ? ഇറാൻ തിരിച്ചടി തുടരുന്നുണ്ട് എന്നത് ശരി തന്നെയാണ്. ഇറാനെ പെട്ടെന്ന് അമേരിക്കയ്ക്ക് കീഴ്പ്പെടുത്താനാകില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ തുടർച്ചയായി പ്രഹരമേറ്റാൽ ഏത് വമ്പനും ക്ഷയിക്കില്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? തളർന്നു പോകില്ലേ? ഇറാൻ്റെ തിരിച്ചടി ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിലായി പഴയ ഒരു തീക്ഷ്ണതയില്ല. ആ ആക്രമണ സ്വഭാവം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇറാന്. ഇറാൻ കുതിക്കാൻ വേണ്ടി പതുങ്ങുന്നതാണോ, അതോ ഇറാൻ്റെ കരുത്തെല്ലാം അമേരിക്കൻ ആക്രമണത്തിൽ ചോർന്നു പോയോ? അമ്മാതിരി ആക്രമണമാണല്ലോ അമേരിക്ക നടത്തുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ആക്രമണത്തിൻ്റെ തോത് വെച്ച് നോക്കിയാൽ കഴിഞ്ഞ 6 ദിവസത്തിൽ നടന്ന ആക്രമണങ്ങൾ അത് വലിയ നാശനഷ്ടങ്ങളാണ് ഇറാനിൽ സംഭവിപ്പിച്ചത്. ആൾനാശത്തിന് പുറമെ വസ്തുവകകൾക്കും, അതായത് ഇൻഫ്രാസ്ട്രക്ചർ, വലിയ നാശനഷ്ടങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു ഷിഫ്റ്റിംഗ് പാറ്റേൺ, ആക്രമണത്തിന് ഒരു രീതിശാസ്ത്രമുണ്ടല്ലോ. മിലിറ്ററി ടാർഗറ്റ്സ് തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് യുദ്ധത്തിലെ ഒരുപക്ഷെ ന്യായീകരിക്കാവുന്ന തന്ത്രങ്ങളാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇനി ആക്രമണം മിലിറ്ററി ടാർഗറ്റ്സിൽ ഒതുങ്ങി നിൽക്കില്ല, സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കും, അതായത് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നീങ്ങുകയാണ്. അതിൽ പ്രധാനപ്പെട്ട സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ടാർഗറ്റ് ചെയ്ത് ബന്ദർ അബ്ബാസ് മേഖലയിലാണ്. നമുക്കറിയാമല്ലോ, ചരിത്രം ഉറങ്ങുന്ന ഒരു തുറമുഖ നഗരം, അതാണ് ബന്ദർ അബ്ബാസ്. അബ്ബാസിൻ്റെ നഗരം എന്ന് പറഞ്ഞാൽ, അബ്ബാസ് 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ആ പ്രദേശം മോചിപ്പിച്ചെടുത്ത ഒരു ദേശാഭിമാനി എന്ന മട്ടിലാണ് ബന്ദർ ദ ഗ്രേറ്റ്, അല്ലെങ്കിൽ അബ്ബാസ് ദ ഗ്രേറ്റിനെ അറിയുന്നത്. അപ്പോൾ അബ്ബാസ് ദ ഗ്രേറ്റിനെ, ബന്ദർ എന്ന് പറഞ്ഞാൽ തുറമുഖം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അബ്ബാസിൻ്റെ തുറമുഖം എന്ന പേരിൽ അറിയപ്പെടുന്ന അവിടെയാണ് പ്രധാനപ്പെട്ട മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾ, മിസൈൽ സംഭരണശാലകൾ, അത് മെയിൻലാൻഡിൽ നിന്നും ആ ഭാഗത്തെ കൊണ്ടുവരികയാണ്, അവസാന നിമിഷം കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അതേപോലെ തന്നെ ഡ്രോണുകൾ നിയന്ത്രിക്കുന്ന നിലയങ്ങൾ, ഇതെല്ലാം ഉള്ളത് ബന്ദർ അബ്ബാസിലാണ്. അവിടെ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ടവറാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം പ്രധാനമായും ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കാരണം ഈ കോർഡിനേറ്റഡ് എഫേർട്ട്സ് ഇല്ലാതെ ഹോർമൂസിലൂടെ കടന്നു വരുന്ന കപ്പലുകളെ ആക്രമിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഹോർമൂസിന് നേരെ അഭിമുഖമായി നിൽക്കുന്ന ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ബന്ദർ അബ്ബാസ്. പണ്ട് BC 6ാം നൂറ്റാണ്ടിൽ തന്നെ സൈറസ് ദ ഗ്രേറ്റ്, അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ, പേർഷ്യൻ രാജാവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നൊരു നഗരമാണ്. അപ്പം അതുകൊണ്ട് അതിപുരാതനമായ നിർമ്മിതികളൊക്കെയുള്ള ഒരു നഗരമാണ്, ഒരു പ്രാചീന നഗരമാണ്. അലക്സാണ്ടറുടെ പടയോട്ടത്തിൽ ആ നഗരം വീഴുന്നു, പിടിച്ചെടുക്കുന്നു. അതായത് ഗ്രീക്കുകാർ പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അലക്സാണ്ടറിൻ്റെ സൈന്യം പിടിച്ചെടുക്കുന്നു. പിന്നീട് ചരിത്രത്തിലൂടെ പലപ്പോഴും അധിനിവേശത്തിൻ്റെ ഭൂമിയായി മാറി. ഈ കഴിഞ്ഞ 2 നൂറ്റാണ്ട് മുൻപ് ഒമാന് ലീസിന് കൊടുത്തിരുന്നൊരു നഗരമാണ്. അങ്ങനെ ആ ബന്ദർ അബ്ബാസ് ഒരു തന്ത്രപ്രധാനമായ നഗരമായി മാറുകയാണ്. ഈ യുദ്ധത്തിൻ്റെ കേന്ദ്രബിന്ദുവായി ബന്ദർ അബ്ബാസ് എന്ന അബ്ബാസിൻ്റെ നഗരം മാറുകയാണ്. അപ്പോൾ അവിടെ പാലങ്ങൾ തകർന്നിരിക്കുന്നു, കലാലയങ്ങൾ തകർന്നിരിക്കുന്നു, റോഡ് നെറ്റ്വർക്ക് തകർന്നിരിക്കുന്നു. കാരണം അവിടെ പൂർണ്ണമായി കൈപ്പിടിയിലെത്താൽ ഒരു പക്ഷേ ഈ കരയുദ്ധത്തിലേക്ക് അമേരിക്ക എന്നെങ്കിലും പ്രവേശിക്കുന്നു എങ്കിൽ
പരിഗണിക്കാവുന്ന ഒരു മേഖല ബന്ദർ അബ്ബാസ് ആയിരിക്കും. കാരണം ആ ഭാഗത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി കൈയടക്കിയെങ്കിൽ മാത്രമേ പേർഷ്യൻ ഗൾഫിലൂടെയുള്ള കപ്പലുകളുടെ ഗതാഗതം സുഗമമാകൂ എന്നതാണ് അമേരിക്കയുടെ ഒരു തന്ത്രം. പക്ഷേ അത്ര എളുപ്പമല്ല. ഇറാൻ വൻകരയിൽ തന്നെ കിടക്കുന്ന സ്ഥലമാണ്, ദ്വീപല്ല എന്ന് ഓർക്കണം. ബന്ദർ അബ്ബാസ് ദ്വീപല്ല. ഇനി ബന്ദർ അബ്ബാസിനോടൊപ്പം തന്നെ ഖിഷം ഐലൻഡ് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഒരു ടൂറിസം നഗരമാണ്, ടൂറിസം ഹബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം, ഖിഷം നഗരം. അതുപോലെ അതൊരു ദ്വീപ് സമൂഹമാണ്, അല്ലെങ്കിൽ ദ്വീപാണ്. ഒരുപാട് ഉല്ലാസ നൗകകൾ അടുത്ത് വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ടൂറിസം ഹബ്ബാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഖിഷം ഐലൻഡ് അറ്റാക്ക് ചെയ്തിരിക്കുന്നു, ഖിർഷ് ഐലൻഡ് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, ഈവൻ ഹോർമൂസ് തന്നെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഹോർമൂസ് എന്ന് പറയുന്ന ഒരു പ്രദേശമല്ല, മറിച്ച് ഒരു ചെറിയ ദ്വീപാണ്, വളരെ ചെറിയ ദ്വീപാണ്. ആ ദ്വീപിൻ്റെ പേരിലാണ് ആ മേഖല മുഴുവൻ അറിയുന്നത്. അത് ഖിഷം ഐലൻഡോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ദ്വീപാണത്. ആ ദ്വീപ് മൾട്ടി കളേർഡ് മൗണ്ടൻസ് അല്ലെങ്കിൽ വാലീസ്, അതുകൊണ്ട് അതായത് റെയിൻബോ വാലി എന്നാണ് പറയുക. അവിടെ പല നിറത്തിലുള്ള മണ്ണ് ഉണ്ട്. ആ മണ്ണിൻ്റെ ഒരു വർണ്ണ വ്യത്യാസം കാരണം വെജിറ്റേഷനും വൈവിധ്യമുണ്ട്. ഒരു ചെറിയ ദ്വീപാണെങ്കിൽ പോലും ആ ദ്വീപ് ഒരു വർണ്ണശബളമായ ദ്വീപായിട്ടാണ് പൊതുവെ ഹോർമൂസ് ഐലൻഡിനെ അറിയപ്പെടുന്നത്. അതുപോലെ റെഡ് സാൻഡ് ഉള്ള ബീച്ചാണുള്ളത്. അപ്പോൾ റെഡ് ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചുവന്ന മണൽത്തരികളുള്ള ബീച്ച്. അങ്ങനെ പ്രത്യേക അവിടെ ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് അധികമില്ല എങ്കിലും ഹോർമൂസ് കടലിടുക്കിലേക്കുള്ള കവാടം, ഗേറ്റ് വേ ടു ഹോർമൂസ് എന്നാണ് ആ ഹോർമൂസ് എന്ന ദ്വീപിനെ അറിയുന്നത്. അപ്പോൾ ആ ദ്വീപും ഒരുപക്ഷെ അമേരിക്കയുടെ പിടിച്ചെടുക്കൽ സ്കീമിനകത്ത് ഉണ്ടാവും. കാരണം ഒന്നൊന്നായി ദ്വീപുകൾ പിടിച്ചെടുക്കുകയും തുറമുഖങ്ങളിലുള്ള നഗരങ്ങൾ, അത് ഇറാൻ ഷഹറിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതൊരു നഗരം, തുറമുഖ നഗരമാണ്. എന്തിന് കഴിഞ്ഞ ഈ 6 ദിവസത്തിനുള്ളിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ആക്രമണം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്വാധീന മേഖല കൂടിയായ ചബഹാർ പോർട്ടാണ്. ചബഹാർ പോർട്ടിൽ ഇന്ത്യ നിർമ്മിച്ച നിർമ്മിതികൾ, അതിൻ്റെ ഭാവി എന്തെന്നറിയില്ല. കാരണം അവിടുത്തെ ആക്രമണത്തിന് തോതും അറിയില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും ആക്രമണം അവസാനിപ്പിച്ചു എന്നാണ് ട്രംപ് പറയുന്നതെങ്കിലും പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്നല്ല. ഈ വേവ് ഓഫ് അറ്റാക്ക് 6 ദിവസത്തിനുള്ളിൽ തങ്ങൾ ഏതാണ്ട് ലക്ഷ്യത്തിലെത്തി എന്ന മട്ടിൽ സംസാരിക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സെൻട്രൽ കമാൻഡിൻ്റെ വക ഒരു ബ്രീഫിംഗ് ഉണ്ടാകും എല്ലാ ദിവസവും യുദ്ധത്തിന് സോർട്ടീസിന് ശേഷം. പക്ഷേ അത് ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അറിയില്ല അടുത്ത ദിവസം അമേരിക്കൻ ആക്രമണം ഇറാനിലേക്ക് തുടർന്നു വരുമോ എന്നതിനെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ഒന്നും തന്നെയില്ല. പക്ഷേ തുറമുഖ നഗരങ്ങൾ മാത്രമല്ല, ട്രംപിൻ്റെ ഒരു ഭീഷണി എന്ന് പറയുന്നത് വിതിൻ 1 വീക്ക്, അത് പറഞ്ഞിട്ടൊരു 3 ദിവസമായി, ഒരാഴ്ചക്കുള്ളിൽ ഇറാനെ പൂർണ്ണമായി നിശ്ചലമാക്കും എന്ന് പറഞ്ഞാൽ പാലങ്ങൾ, 1 വീക്ക് വി വിൽ അറ്റാക്ക് ബ്രിഡ്ജസ്, അനദർ വീക്ക് വി വിൽ അറ്റാക്ക് ഇൻസ്റ്റലേഷൻസ്. ഈ രീതിയിലാണ് ട്രംപ് പറഞ്ഞു പോകുന്നത്. പാലങ്ങൾ കണക്ടിവിറ്റിയുടെ കേന്ദ്രങ്ങളല്ലേ പാലങ്ങൾ. പക്ഷേ എത്ര പാലങ്ങൾ തകർത്താൽ പറ്റും? ഇറാനെ പൂർണ്ണമായി വരുതിയിലാക്കണമെങ്കിൽ ആയിരക്കണക്കിന് 10,000കണക്കിന് ചെറുതും വലുതുമായ പാലങ്ങൾ വലിയ ഭൂപ്രകൃതിയുള്ള, വലിയ ഭൂവിസ്തൃതിയുള്ള ഇറാനിലുണ്ട്. പക്ഷേ തന്ത്രപ്രധാനമായ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങളെ തകർക്കുന്നു എങ്കിൽ അതിൻ്റെ സൂചന മിലിറ്ററി മൂവ്മെൻറ്റ്സ് കൂടി തടയുക എന്നതാവാം. ആത്യന്തികമായി എന്നെങ്കിലും അമേരിക്കൻ ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ കരയുദ്ധം വേണ്ടി വന്നേക്കാം എന്ന കണക്കുകൂട്ടലാണ്. അപ്പോൾ ഇറാൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുക, ആ പ്രസ്താവനയ്ക്ക് ചേർന്ന രീതിയിൽ ചില ആക്രമണങ്ങളെങ്കിലും നടത്തുക, അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുക, അങ്ങനെ ട്രംപിൻ്റെ നയം നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് നിർബന്ധപൂർവം പിടിച്ചു കൊണ്ടുവരിക. ഇറാൻ വിൽ ബി കമ്പൽഡ് ടു കം ടു ദി നെഗോഷിയേറ്റിംഗ് ടേബിൾ. അപ്പോൾ ഒരിക്കലും താങ്ങാനാവാത്ത രീതിയിൽ ആക്രമണത്തിന് തോത് വർദ്ധിക്കുമ്പോൾ ഇറാൻ സ്വാഭാവികമായി നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വരേണ്ടി വരും എന്ന കണക്ക് കൂട്ടലിലാണ് ഡൊണാൾഡ് ട്രംപ് ആൻഡ് ദ തിങ്ക് ടാങ്ക് അമേരിക്ക. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല അത് ആ രീതിയിൽ സംഭവിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഇത് സംഭവിക്കാമായിരുന്നു. ഇറാന് ചില പ്രിഫറൻസസ് ഉണ്ട്. ഒരു ഐഡിയോളജിക്കലി മോട്ടിവേറ്റഡ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്, അല്ലെങ്കിൽ നേതൃത്വം അങ്ങനെയാണ്. അവർക്ക് ഉപാധികളില്ലാതെ ഒരു കരാറിലേക്ക് നീങ്ങാനാവില്ല. കാരണം ബലഹീനത എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇറാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സ്ട്രെങ്തും അമേരിക്ക ഇറാനെക്കുറിച്ച് കരുതുന്ന സ്ട്രെങ്തും രണ്ടാണ്. ഇറാൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നമ്മളൊന്നും ചിന്തിക്കുന്ന കാര്യങ്ങളല്ല. ഏറ്റവും വലിയ സ്ട്രെങ്ത് ഇറാൻ്റെ ഭൂമി തന്നെയാണ്. ആ ഭൂമിയുടെ വൈവിധ്യങ്ങൾ
ഒരു ചൂണ്ടുപലക കൂടിയാണ്. വൈവിധ്യങ്ങളിൽ വൻ മലനിരകൾ, താഴ്വരകൾ, ഒരുപാട് ഹൈഡ് ഔട്ട് പോസിബിലിറ്റീസ്, ആംബുഷ് ചെയ്യാൻ ശത്രു സൈന്യങ്ങൾ ഭൗതികമായി കടന്നു വന്നാൽ, ടാങ്കുകളും കവചിത വാഹനങ്ങളുമായി കടന്നു വന്നാൽ പതിയിരുന്ന് ആക്രമിക്കാവുന്ന ആയിരക്കണക്കിന് ഇടങ്ങളുണ്ട് സാഗ്രോസ് മൗണ്ടൻ റേഞ്ചസിൽ. വടക്ക് ഭാഗത്തു നിന്നാണ്, അതിന് കാസ്പിയൻ കടൽ വഴിയാണ് ആക്രമണം വരുന്നതെങ്കിൽ അവിടെയും ഒരു മൗണ്ടൻ റേഞ്ച് ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ സുരക്ഷിതമായ പീഠഭൂമിയുണ്ട്. ടെഹ്റാൻ നഗരം വളരെ തന്ത്രപ്രധാനമായി ഈ തീരപ്രദേശങ്ങളിൽ നിന്നും, അതായത് കാസ്പിയൻ കടൽ തീരത്തു നിന്നും, അതുപോലെ ഈ ചെങ്കടൽ പേർഷ്യൻ ഗൾഫ് തീരത്തു നിന്നും ഏറെ അകലെ ഇറാൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന, ഏതാണ്ട് വടക്കൻ ഇറാനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ടെഹ്റാൻ എന്നോർക്കണം. അതുകൊണ്ട് ടെഹ്റാനിലെ ഒരു ആശുപത്രി കഴിഞ്ഞ ദിവസം ആക്രമിച്ചു. ഉള്ളിൽ ഒരു ആശുപത്രി ആക്രമിച്ചിട്ട് എന്താണ് കാര്യം? ക്യാൻസർ പേഷ്യൻസ്, 200 ചില്ലുവാനും ക്യാൻസർ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിരുന്ന ഒരു ആശുപത്രിയിൽ നിന്നും പെട്ടെന്ന് ഈ ക്യാൻസർ പേഷ്യൻസിനെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഒരു സ്കൂൾ ആക്രമിച്ച്, ഇപ്പോൾ തീരെ ഹോർമോസിനോടടുത്തുള്ള ഒരു നഗരത്തിലെ സ്കൂൾ ഫെബ്രുവരി 28 ആക്രമിച്ചുകൊണ്ടാണ് അമേരിക്ക യുദ്ധം തുടങ്ങുന്നത് തന്നെ. അത് ഒരു കൊളാട്രൽ ഡാമേജ് ആണെന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ടെങ്കിലും കരുതിക്കൂട്ടിയുള്ള ആക്രമണമല്ല എന്ന് പറയുമ്പോഴും അത് മുൻപ് ഒരു സേനാ കേന്ദ്രമായി IRGCയുടെ ഒരു തന്ത്രപ്രധാനമായ താവളമായി ഉപയോഗിച്ചിരുന്ന ഇടത്താണ് പിന്നീട് സ്കൂൾ പണിതത്, അല്ലെങ്കിൽ സ്കൂൾ ഉള്ളത്. അവരുടെ പഴയ ചിത്രങ്ങൾ അനുസരിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് ആക്രമിച്ചു എന്നാണ് അമേരിക്കയുടെ ഭാഷ്യമെങ്കിലും വസ്തുതാപരമായി നോക്കുമ്പോൾ നൂറുകണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളാണ് അന്ന് വെന്തു വെണ്ണീറായത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ദ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഈസ് സോ ഹൈ. കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ തന്നെ 35ഓളം മരണങ്ങൾ അവിടെ ഇറാൻ ഗവൺമെൻറ് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ഗാസയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ആൾനാശങ്ങളാണ് ഉണ്ടാകുന്നത്. ഇനി യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ട്രംപ് പറയുന്നത് പോലെ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കും സൈനിക ഇതര ഇൻഫ്രാസ്ട്രക്ചറുകളിലേക്കും യുദ്ധം നീങ്ങിക്കഴിഞ്ഞാൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാവുക. അതുമാത്രമല്ല, ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇറാൻ്റെ ഒരു തന്ത്രം, നിങ്ങൾക്ക് ആക്രമിക്കാം, ഞങ്ങൾക്ക് ആകാശ ആക്രമണത്തെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ ആവുന്നില്ല. അത് വസ്തുതയാണ്, അത് ഇറാൻ മറച്ചു വയ്ക്കുന്നതുമില്ല. ഇറാൻ്റെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ദുർബലമായിരിക്കുന്നു. അമേരിക്കൻ വിമാനങ്ങൾക്ക് യഥേഷ്ടം പറന്നു പൊങ്ങാൻ സാധിക്കും. പോയിന്റ് നമ്പർ 1. 2, അമേരിക്കൻ വിമാനങ്ങളെ ചെറുക്കാനായി, തടഞ്ഞു നിർത്താനായി ഇറാനിയൻ വിമാനങ്ങൾക്ക് പറന്നു പൊങ്ങാനാവില്ല. 1, എയർഫീൽഡുകൾ വെറുതെ നഷ്ടപ്പെട്ടിരിക്കുന്നു. 2, വിമാനങ്ങൾ ഹാങ്ങറുകളിൽ സുരക്ഷിതമായിരിക്കുന്നതുണ്ട്. ചിലതൊക്കെ മുകളിൽ നിന്ന് തന്നെ ബോംബ് ചെയ്ത് തറയിൽ നിന്ന് പൊങ്ങുന്നതിന് മുൻപ് തന്നെ അത് തകർത്തിരിക്കുന്നു. അത് മാത്രമല്ല, ജാംബവാൻ്റെ കാലത്തെ പഴയ വിമാനങ്ങളാണ് ഇറാൻ ഉള്ളത് എന്നോർക്കണം. ഇറാൻ്റെ വ്യോമസേനയെ നവീകരിക്കാൻ ഇറാൻ മെനക്കെട്ടില്ല, കാരണം വ്യോമസേന കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടാവില്ല എന്ന് ഇറാൻ മനസ്സിലാക്കി. ഇനി 3, ഇറാൻ്റെ കരസേന ടെസ്റ്റഡ് ആയിട്ടേ ഇല്ല. ലോകത്ത് ഏറ്റവും വലിയ കരസേനകളുള്ള ഈ ഗ്രൗണ്ട് ഫൈറ്റിംഗ് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നോർക്കണം. അതുകൊണ്ട് അവരുടെ ഈ 4-5 ലക്ഷത്തോളം വരുന്ന സൈനികർ ആരും തന്നെ നേരിട്ട് യുദ്ധഭൂമിയിൽ പ്രവേശിച്ചിട്ടില്ല. അവരൊരു മിസൈലുകൾ അയക്കാനുള്ള സംവിധാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നല്ലാതെ അവരൊരിക്കലും ആക്രമണത്തിൽ പങ്കെടുക്കുകയോ ആക്രമണ വിധേയരാവുകയോ ചെയ്തിട്ടില്ല. അതവിടെ റിസർവായി നിൽക്കുന്നു. അതിനിയും കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. ഗ്രൗണ്ട് ഫെസിലിറ്റീസ് ആൻഡ് ആർമമെൻറ്റ്സ്, ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, പീരങ്കികൾ, പടക്കോപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ട് പോലുമില്ല. ഇനിയുള്ള ഒരു കാര്യം ആണ് ഏറ്റവും പ്രധാനം. ഇറാൻ്റെ മെയിൻ അസറ്റ് എന്ന് പറയുന്നത് മിസൈലുകൾ, ഡ്രോണുകൾ, റോക്കറ്റുകൾ എന്നിങ്ങനെയുള്ള ഏറിയൽ പ്രൊജക്ടൈൽസ് ആണ്. ആ പ്രൊജക്ടൈൽസിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു ദൗത്യത്തിലാണ് അമേരിക്ക. അത് ഭാഗികമായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവണം ഇറാൻ്റെ പ്രത്യാക്രമണത്തിന് മൂർച്ച കുറഞ്ഞത്. ഇപ്പം എന്നോട് ചോദിച്ചല്ലോ, ഇറാൻ്റെ പ്രത്യാക്രമണത്തിന് എത്രത്തോളം മൂർച്ചയുണ്ടാകും ഇപ്പോൾ. ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നുണ്ട്. അതിനർത്ഥം ഇറാൻ്റെ മിസൈൽ ശേഖരം, ഡ്രോൺ ശേഖരം ഇപ്പോഴും ഉണ്ട് എന്നാണ്. പക്ഷേ പൂർണ്ണമായി ഇൻടാക്റ്റ് ആകാൻ സാധ്യതയില്ല. ഒരുപാട് ലോഞ്ച് പാഡുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകണം. തീരപ്രദേശങ്ങളിലുള്ള ഹോർമൂസിന് അഭിമുഖമായിരിക്കുന്ന മിക്ക പ്രദേശങ്ങളിലെയും ഡ്രോൺ വിക്ഷേപണ നിലയങ്ങൾ അല്ലെങ്കിൽ തറകൾ അതെല്ലാം തന്നെ ആക്രമണ വിധേയമാകാനുള്ള സാധ്യതയാണ്. വിധേയമായിട്ടുണ്ടാവണം ഓൾറെഡി. അതുമാത്രമല്ല, ഇപ്പോൾ ആക്രമണ വിധേയമായെങ്കിൽ പോലും ഏതാനും ഡ്രോണുകൾ നഷ്ടപ്പെട്ടാൽ പോലും ഇതെല്ലാം കെമിക്കൽസ് കാറ്റഗറിയിലുള്ള ഡ്രോണുകളാണ്. അത് തിരിച്ച് കൊണ്ടുവരാനുള്ള ഡ്രോണുകളല്ല. അത് മിസൈൽ പോലെ അയച്ച് അവിടെ തന്നെ പൊട്ടിത്തെറിച്ച് അവിടെ തന്നെ അവസാനിക്കുന്ന ഡ്രോണുകളാണ്.
അതിന് ചിലവ് 20,000 മുതൽ 50,000 വരെ ഡോളർ മാത്രമാണ് അതിനുള്ള ചിലവ്. അത് തുച്ഛമായ ചിലവാണ്. മിസൈൽ അയക്കുന്നതിനേക്കാൾ വളരെ ചിലവ് കുറഞ്ഞ ഒരു ആക്രമണ മാർഗമാണ് ഡ്രോൺ എന്നത് ഓർക്കണം. അത് ഇറാന് പെട്ടെന്ന് തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ കഴിയുകയും ചെയ്തു. ഒരു സമയത്ത് റഷ്യക്ക് വരെ ഡ്രോണുകൾ നൽകിയിരുന്നത് ഇറാനാണ് എന്ന് ആലോചിക്കുമ്പോൾ ഇറാൻ്റെ ഡ്രോൺ ശേഖരത്തെയും അമേരിക്കയ്ക്ക് ഭാവിയിലും ഭയപ്പെടേണ്ടി വരും. വളരെ പെട്ടെന്നാണ് അസംബിൾ ചെയ്ത്, ഘടകങ്ങളുണ്ടല്ലോ, അത് അസംബിൾ ചെയ്ത് റെഡിയാക്കി എടുക്കുക എന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ രീതിയിലാണ് യുദ്ധം. അത് മാത്രമല്ല, വളരെ ഷോർട്ട് റേഞ്ച് വെപ്പൺസ്, ഹോവിറ്റ്സർ ഗൺസ് ഉള്ള പീരങ്കികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് ബോഫോഴ്സ് മാതൃകയിലുള്ള കൊച്ചു പീരങ്കികൾ, ഇതെല്ലാം ഗ്രൗണ്ട് ബാറ്റിൽ വരുമ്പോൾ ഉപയോഗിക്കാനായി സാഗ്രോസ് മലനിരകളുടെ വിവിധങ്ങളായ ഹൈഡൗട്ടുകളിൽ ഒരുപാട് ആയിരക്കണക്കിന് വാലീസ്, ചെറിയ ചെറിയ ഗുഹാമുഖങ്ങൾ ഉണ്ട്. അവിടെ എല്ലാം ഭൂമിശാസ്ത്രപരമായ അഡ്വാൻറ്റേജ് ഇറാനുണ്ട്. അതുകൊണ്ട് ബൂട്ട് ഓൺ ഗ്രൗണ്ട് ആണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ, ഇത്രയും കാലം നടന്ന എല്ലാ ആക്രമണങ്ങളും ആകാശമാർഗമുള്ള ആക്രമണം ആയിരുന്നു. അത് ഇനിയും തുടരാനാവുമോ? എത്ര കാലം തുടരാനാവും? അങ്ങനെ തുടർന്നതുകൊണ്ട് മാത്രം ലക്ഷ്യം നേടാനാവുമോ? അത് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇറാൻ, once again I'm telling that Iran is playing a waiting game. ഓക്കെ, ഏതായാലും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. കഴിഞ്ഞ 6 ദിവസത്തെ ആക്രമണത്തിൽ വലിയ നഷ്ടമാണ് ഇറാന് സംഭവിച്ചിരിക്കുന്നത്. എന്നാലും ഇറാൻ്റെ പ്രത്യാക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം.